ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതർ. സോ കെമിസ്ട്രിയിലെ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, റിയാക്ഷൻസ് എന്തൊക്കെ, പിന്നെ എന്തൊക്കെയാണ് പെട്ടെന്ന് പഠിക്കാനുള്ള ടിപ്സ് എന്താണ്, നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നോമൻക്ലേച്ചർ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ആണ്. ആൽക്കഹോൾസിനെ നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോൾസ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഇപ്പോൾ OH അറ്റാച്ച്ഡ് ടു പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ, ഇപ്പോൾ പ്രൈമറി എന്ന് പറഞ്ഞാൽ ഇത് CH2OH, ഈ കാർബൺ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് 2 ഹൈഡ്രജനും പിന്നെ ഒരു കാർബണിലോട്ട്, ഒരു കാർബൺ മാത്രമാണ് ഈ കാർബൺ അറ്റാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിനെ നമ്മൾ പ്രൈമറി കാർബൺ എന്നാണ് പറയുക. ഇതിനെ നമ്മൾ പ്രൈമറി കാർബൺ. സോ ഈ പ്രൈമറി കാർബണിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള OH ഗ്രൂപ്പിനെ നമ്മൾ പ്രൈമറി ആൽക്കഹോൾ എന്നും, ഇനി ഇവിടെ ഒരു H ഉള്ളൂ, ഒരു CH3 കൂടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് സെക്കൻഡറിയാണ്. 2 കാർബണിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ നമ്മൾ സെക്കൻഡറി കാർബൺ എന്നും, അതിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആൽക്കഹോളിനെ നമ്മൾ സെക്കൻഡറി ആൽക്കഹോൾ എന്നും പറയും. ഇനി ഇവിടെ ഈ H ഇല്ല, ഇവിടെ ഒരു CH3 ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിന് നമ്മൾ ടെർഷ്യറി കാർബൺ എന്നാണ് പറയുക. ടെർഷ്യറി കാർബൺ ആണെങ്കിൽ ടെർഷ്യറി കാർബണിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള OH ഗ്രൂപ്പിന് നമ്മൾ ടെർഷ്യറി ആൽക്കഹോൾ എന്നും പറയും. ഓക്കെ അല്ലേ? അടുത്തത് ഫീനോൾ. ഫീനോളിൽ എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പ് ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ടു ബെൻസിൻ. ബെൻസിനിലോട്ട് ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫിനോളിനെ, OHനെയാണ് നമ്മൾ ഫിനോൾ എന്ന് പറയുന്നത്. ഇനി ഈതർ എന്ന് പറഞ്ഞാൽ സിമ്മട്രിക്കലും ആകാം അൺസിമ്മട്രിക്കലും ആകാം. R ആണെങ്കിൽ ഇപ്പോൾ CH3, ഇതിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, CH3O CH3. ഈ O എന്ന് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഈതർ. ROR ആണ് ഇതിൻ്റെ ഫോം വരുന്നത്. ഇതൊന്നെങ്കിലും സിമെട്രിക്കൽ ആകാം. ഇപ്പോൾ CH3, ഇവിടെ CH3 ആണെങ്കിൽ സിമെട്രിക്കൽ, ഇവിടെ CH3, ഇവിടെ CH2 CH3 ആണെങ്കിൽ അൺസിമെട്രിക്കൽ. ഓക്കെ, ഇതിപ്പോൾ ഇതിന് ഡൈമീഥൈൽ ഈതറാണ്. അതായത് 2 സൈഡിലും മീഥൈൽ വന്നിട്ടുള്ളതുകൊണ്ട് ഡൈമീഥൈൽ ഈതർ. അൺസിമെട്രിക്കൽ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CH3O CH2 CH3 എന്ന് എഴുതാം. അതിന് മീഥൈൽ ഈതർ. അതായത് ഈ ഈഥൈൽ ആദ്യം കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആൽഫബറ്റിക് ഓർഡറിലാണ് നെയിം ചെയ്യേണ്ടത്. അപ്പോൾ മീഥൈൽ ഈതർ. ഓക്കെ, ഇനി IUPAC നെയിമിംഗ് ആണ്. അപ്പോൾ നമ്മൾ ആൽക്കഹോൾ നമ്മൾ ഓൾ എന്ന് വെച്ചിട്ടാണ് ആഡ് ചെയ്യുക, പ്രൊപ്പനോൾ അങ്ങനെയൊക്കെയാണ് ആഡ് ചെയ്യുക. അപ്പോൾ ഈതർ ആണെങ്കിൽ നമ്മൾ എത്തോക്സി, മെത്തോക്സി, ഈഥേൻ അങ്ങനെ ഓക്സി വെച്ചിട്ടാണ് ആഡ് ചെയ്യുക. ഓക്കെ, ഇനി പ്രിപ്പറേഷനാണ്. ആൽക്കഹോൾ എങ്ങനെ ഉണ്ടാക്കാം? ആൽക്കീൻസിനെ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ, അതായത് മാർക്കോണിക് ഓഫ്സ് അഡീഷൻ വെച്ചിട്ട് ആൽക്കീനിലോട്ട് വാട്ടർ ആഡ് ചെയ്യുമ്പം നമുക്ക് എന്തുണ്ടാക്കും? CH3 CH2OH കിട്ടും. ഇനി ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ, ഇത് ആൻറ്റി മാർക്കോണിക്സ് ഓഫ് റൂളാണ്. ഈ പ്രിപ്പറേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കോണിക് ഓഫ്സ് റൂൾ വെച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഫോം ഉണ്ടാകുന്നത്. ആൻറ്റി മാർക്കോണിക് ഓഫ്സ് വെച്ചിട്ടാണ് ഹൈഡ്രോബോറേഷൻ ആൻഡ് ഓക്സിഡേഷൻ. അവിടെ CH2 ഡബിൾ ബോണ്ട് CH2നെ, അതായത് എത്തീനെ BH3യും H2O2 ഇൻ പ്രസൻസ് ഓഫ് ഹൈഡ്രോക്സൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? CH3 CH2OH കിട്ടും. അത് ആൻറ്റി മാർക്കോണിക് ഓഫ്സ് അഡീഷനാണ് വരുന്നത്. അടുത്തത് ഫ്രം കാർബണൈൽ കോമ്പൗണ്ട്. കാർബണൈൽ കോമ്പൗണ്ടിൻ്റെ റിഡക്ഷൻ ഓഫ് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ. ഇത് ചെയ്യേണ്ടത് NaBH ഇൻ പ്രസൻസ് ഓഫ് LiAH4. അത് വെച്ചിട്ട് ചെയ്താൽ നമുക്ക് ആൽഡിഹൈഡിനെ നമുക്ക് ആൽക്കഹോളാക്കി മാറ്റാം. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ RC≡OH എന്നല്ലേ. സോ ഇവിടെ നമുക്ക് ഒരു H വന്നിട്ട് ഇവിടെ ബോണ്ട് ഉണ്ടാക്കി, ഈ ഓക്സിജൻ്റെ ഇത് പോയിട്ട് ഇവിടെ ഇങ്ങനെയായി. അപ്പോൾ ഇതെന്തായി? RCH2OH. ഓക്കെ, ഗ്രിഗ്നാർഡ് റിയേജൻ. സോ ഗ്രിഗ്നാർഡ് റിയേജൻ എന്താ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? RMgX ആണ് ഗ്രിഗ്നാർഡ് റിയേജൻ. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് HCHO ആയിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് RCH2OH കിട്ടും. RCH2 ഇരുന്നൊരു OH കിട്ടും. അങ്ങനെയാണ് RCH2OH ഉണ്ടാകുന്നത്. ഇനി ഫീനോളിൻ്റെ പ്രിപ്പറേഷനാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഫ്രം ക്ലോറോബെൻസീൻ. ക്ലോറോബെൻസീന്ന് ഡോൺസ് പ്രോസസ്സ് വഴിയാണ്, ഡോസ് പ്രോസസ്സ്
അതായത് ക്ലോറോ ബെൻസീന് നമ്മൾ NaOH റിയാക്ട് ചെയ്താൽ നമുക്ക് ഫിനോള് കിട്ടും. ഫിനോൾ പ്ലസ് NaCl കിട്ടും, NaCl കിട്ടും. ഇനി ക്യുമീൻ എന്ന് പറഞ്ഞത് C6H5, അതായത് ബെൻസീൻ്റെ മുകളിൽ പിന്നെ ഒരു ബെൻസീനാണ് CH ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ ക്യുമീൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ O2 ഹൈഡ്രജൻ റിയാക്ട് ചെയ്താൽ ഇത് മൊത്തത്തിൽ അങ്ങ് പോയിട്ട് അവിടെ ഒരു OH വരും. ഓക്കെ, പിന്നെ ഇത് പോയിട്ട് എന്തുണ്ടാകും? CH3COCH3 എന്ന് പറഞ്ഞൊരു ഫോമും ഉണ്ടാവും. ഇനി അപ്പോൾ ഇവിടെ നമുക്ക് എന്തിൻ്റെയും പ്രിപ്പറേഷൻ ഉണ്ടാക്കാം? ഒരു കീറ്റോൺ ഫോമും ചെയ്തിട്ടുണ്ട്. കീറ്റോണും ഉണ്ടായി, ഫിനോളും ഉണ്ടായി. ഇനി ഈതർ എന്ന് പറയുന്നത് വില്യംസൺ സിന്തസിസ് വെച്ചിട്ടാണ് കൂടുതലും ഉണ്ടാക്കുക. അതായത് റിയാക്ഷൻ ഓഫ് ആൽക്കോക്സൈഡ് വിത്ത് ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കോക്സൈഡായിട്ടുള്ള RONA-നെ RX-ആയിട്ട് ആൽക്കൈൽ ഹാലൈഡായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഈ R വന്നിട്ട് ഇവിടെ വന്നിട്ട് നിൽക്കും, ഈ Na ഇവിടെയും വന്നു, അപ്പോൾ NaXും ROR' വരും. അങ്ങനെയാണ് വില്യംസൺ സിന്തസിസ് നടക്കുന്നത്. യൂസ് പ്രൈമറി ഹാലൈഡ് ടു അവോയ്ഡ് എലിമിനേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൈമറി ഹാലൈഡ്സ് ആണ് കൂടുതലും യൂസ് ചെയ്യാറ്. ഇനി ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോളിനെ ഡീഹൈഡ്രേഷൻ ചെയ്യാൻ നമ്മൾ H2SO4 ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ H2SO4 വെച്ചിട്ട് ആൽക്കഹോളിനെ ഡീഹൈഡ്രേറ്റ് ചെയ്താൽ നമുക്ക് ഒരു സിമെട്രിക് ആയിട്ടുള്ള എന്ത് കിട്ടും? ഈതർ കിട്ടും. C2H5O C2H5. ഓക്കെ, ഇനി റിയാക്ഷൻസ് ആണ്. ആൽക്കഹോളിൻ്റെ റിയാക്ഷൻ ആദ്യം തന്നെ ലൂക്കാസ് ടെസ്റ്റ് ആണ്. ലൂക്കാസ് ടെസ്റ്റ് ഡിസ്റ്റിങ്വിഷ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോൾസ് യൂസിങ് ZnCl2 ആൻഡ് HCl. ZnCl2 HCl നിങ്ങൾ എവിടെ ഇത് കണ്ടാലും ആ ടെസ്റ്റ് ലൂക്കാസ് ടെസ്റ്റ് ആണ്. അത് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോളിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യും. ഇപ്പോൾ ടെർഷ്യറി ആൽക്കഹോൾ ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ടെർബിഡിറ്റി, സെക്കൻഡറി ആണെങ്കിൽ ടെർബിഡിറ്റി ആഫ്റ്റർ 5 മിനിറ്റ്സും, പ്രൈമറി ആണെങ്കിൽ നോ ടെർബിഡിറ്റി അറ്റ് റൂം ടെമ്പറേച്ചറും ആയിരിക്കും. ഓക്സിഡേഷൻ. ആൽക്കഹോളിന് ഓക്സിഡേഷൻ സംഭവിച്ചാൽ ആൽഡിഹൈഡും വീണ്ടും ഓക്സിഡേഷൻ സംഭവിച്ചാൽ കാർബോക്സിലിക് ആസിഡും ഉണ്ടാകും. അതായത് ആൽക്കഹോളിനെ KMnO4 അല്ലെങ്കിൽ K2Cr2O7 ആയിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് ആദ്യം ആൽഡിഹൈഡ് ഉണ്ടാകും. എന്നിട്ട് അതിന്ന് വീണ്ടും ഒരു H പോയിട്ട് അവിടെ എന്തുണ്ടാകും? ആസിഡ് ഉണ്ടാകും. പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ, സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ ഇത് റിയാക്ട് ചെയ്താൽ നമുക്കിവിടെ ഒരു കീറ്റോൺ ആണ് കിട്ടുക. ഇനി ടെർഷ്യറി ആൽക്കഹോൾ ആണെങ്കിൽ ഓക്സിഡേഷനെ റെസിസ്റ്റ് ചെയ്യും. രണ്ടാമത്തെ റിയാക്ഷൻ അടുത്താണ് ഡീഹൈഡ്രേഷൻ. ഈ ആൽക്കഹോളിന് ഡീഹൈഡ്രേഷൻ സംഭവിച്ചാൽ വാട്ടർ പോയാൽ നമുക്ക് എന്ത് കിട്ടും? ആൽക്കീൻ കിട്ടും. ഓക്കെ, ഇനി ഫിനോളിൻ്റെ റിയാക്ഷൻസ് ആണ്. ഫിനോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കും. OH ആക്ടിവേറ്റ്സ് ബെൻസീൻ റിങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് ബ്രോമിനേഷൻ നടക്കും. ബ്രോമിനേഷൻ എന്ന് പറഞ്ഞാൽ C6H5OH + Br2 നമുക്ക് 2,4,6 ട്രൈ ബ്രോമോ ഫിനോൾ കിട്ടും. അതൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. ബ്രോമിനായിട്ട് റിയാക്ട് ചെയ്താൽ അതായത് ഓർത്തോ പാര മെറ്റാഫത്തിൽ എന്ത് വരും? ഓർത്തോയിലും പാരയിലും എന്ത് വരും? ബ്രോമിൻ വന്നിട്ട് ട്രൈ ബ്രോമോ ഫിനോൾ ഉണ്ടാകും. ഇനി നൈട്രേഷൻ ആണെങ്കിലും ഫോംസ് ഓർത്തോ പാര നൈട്രോ ഫിനോൾ ആയിരിക്കും ഉണ്ടാകുക. ഇനി ദ റിയാക്ഷൻ വിത്ത് NaOH ആയിട്ട് റിയാക്ട് ചെയ്താൽ ആൽക്കഹോൾ അല്ലെങ്കിൽ ഫിനോൾ NaOH ആയിട്ട് റിയാക്ട് ചെയ്താൽ ഫിനോക്സൈഡ് ഉണ്ടാകും. ഫിനോക്സൈഡ് അയോൺ ഇസ് മോർ റിയാക്റ്റീവ് ദാൻ ഫിനോൾ. ഈ ഒരു ഫോം ഫിനോളിനെക്കാട്ടിലും റിയാക്റ്റീവ് ആയിരിക്കും. അടുത്തത് ഈതറാണ്. ഈതർ ക്ലീവേജ് ബൈ HI ആണ്. സിമെട്രിക്കൽ ഈതർ ആണെങ്കിൽ HI ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് RI കിട്ടും. ആൻഡ് അൺസിമെട്രിക്കൽ ഈതർ ആണെങ്കിൽ SN2 അറ്റ് ലീസ്റ്റ് 100 കാർബൺ ആയിരിക്കും. പിന്നെ പെറോക്സൈഡ് ഫോർമേഷൻ. ഈതർ എക്സ്പോസ്ഡ് ടു എയർ ഫോംസ് എക്സ്പ്ലോസീവ് പെറോക്സൈഡ്. ഈതർ എയറുമായിട്ട് ഇതായാൽ നമുക്ക് പെറോക്സൈഡ് കിട്ടും. ഓക്കെ, ഇനി the product of dehydration of ethanol is at 170 degree with concentrate H2SO4. എത്തനോളിനെ ഡീഹൈഡ്രേഷൻ ചെയ്താൽ നമുക്ക് എത്തീൻ കിട്ടും. എത്തീൻ പ്ലസ് വാട്ടറാണ് കിട്ടും.
ഫീനോൾ റിയാക്ട് വിത്ത് ബ്രോമിൻ വാട്ടർ. ഫീനോള് വാട്ടറായിട്ട് ബ്രോമിനായിട്ട് റിയാക്ട് ചെയ്താൽ 2,4,6 ട്രൈ ബ്രോമോഫിനോൾ. അത് കൂടുതലും ക്വസ്റ്റ്യൻസിൽ കാണുന്നൊരു സംഭവമാണ്. ഫീനോൾ റിയാക്ട് വിത്ത് ബ്രോമിൻ, അത് നിങ്ങളുടെ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. ഫീനോൾ റിയാക്ട് വിത്ത് ബ്രോമിൻ 2,4,6 ട്രൈ ബ്രോമോഫിനോൾ. വിച്ച് ആൽക്കഹോൾ ഗിവ്സ് ഇമ്മീഡിയറ്റ് ടെർമിഡിറ്റി ഇൻ ലൂക്കാസ് ടെസ്റ്റ്? ഇമ്മീഡിയറ്റ് ടെർമിഡിറ്റി തരുന്നത് ടെർഷറി ആൽക്കഹോൾ ആയിരിക്കും, നേരത്തെ പറഞ്ഞു. വില്യംസൺ സിന്തസിസ് ഇൻവോൾവ്സ് ആൽക്കോക്സൈഡ് പ്ലസ് ആൽക്കൈൽ ഹാലൈഡ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈതർ കിട്ടും. വില്യംസൺ സിന്തസിന് ആൽക്കോക്സൈഡും ആൽക്കൈൽ ഹാലൈഡും ആണ് കേട്ടോ. ഇനി ദ മേജർ പ്രോഡക്റ്റ് ഓഫ് ഓക്സിഡേഷൻ ഓഫ് ഐസോപ്രൊപ്പനോൾ. ഐസോപ്രൊപ്പനോളിൻ്റെ ഓക്സിഡേഷൻ സംഭവിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അസറ്റോൺ കിട്ടും. അസറ്റോൺ. ഓക്കെ. ഇനി ഫീനോൾ ഇസ് മോർ അസിഡിക് ദാൻ എത്തനോൾ ബിക്കോസ് ഫീനോക്സൈഡ് ഇസ് മോർ സ്റ്റേബിൾ. ഫീനോക്സൈഡ് ഇസ് സ്റ്റെബിലൈസ്ഡ് ബൈ റെസിനൻസ്. ഇനി ഇതിൻ്റെ ക്വിക്ക് റെഫറൻസ് ആണ്. ലൂക്കാസ് ടെസ്റ്റ് ടെർഷറി, സെക്കൻഡറി, പ്രൈമറി ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഫിനോളിൻ്റെ അസിഡിറ്റി മോർ അസിഡിക് ദാൻ ആൽക്കഹോൾ ആയിരിക്കും. വില്യംസൺസ് ഈതർ സിന്തസിസിൽ ബെസ്റ്റ് വിത്ത് പ്രൈമറി ഹാലൈഡ് ടു അവോയ്ഡ് എലിമിനേഷൻ ആണ്. ഈതർ ക്ലീവേജ് HI അറ്റാക്സ് ലെസ് ഹിൻഡേർഡ് കാർബൺ. അടുത്തത് ടിപ്സ് ആണ്. ഡിസ്റ്റിങ്വിഷിംഗ് ടെസ്റ്റ്, അതായത് ലൂക്കാസ് ടെസ്റ്റ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. FeCl3 ടെസ്റ്റ് ഫിനോളിന് വയലറ്റ് കോംപ്ലക്സ് കൊടുക്കും. പിന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ നമുക്ക് ഹാലൈഡും അത് പിന്നെ കാർബോക്സിലിക് ആസിഡായിട്ടും, പിന്നെ സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ കീറ്റോൺ ആയിട്ടുമാണ് ഉണ്ടാവുക. പിന്നെ ഫെർദർ ഓക്സിഡേഷൻ നടക്കൂല. റെസനൻസ് ഇൻ ഫിനോൾ. ഫിനോളിൻ്റെ റെസനൻസ് എക്സ്പ്ലെയിൻസ് ഹയർ അസിഡിറ്റി അറ്റ് ഓർത്തോ പാര ഡയറക്റ്റിംഗ് നാച്ചർ ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ് കൺഫ്യൂസിങ് ഡീഹൈഡ്രേഷൻ വേഴ്സസ് ഈതർ ഫോർമേഷൻ. ഡീഹൈഡ്രേഷൻ 170 ഡിഗ്രിയിലാണെങ്കിൽ ഈതർ ഫോർമേഷൻ 140 ഡിഗ്രിയിലാണ്. പിന്നെ ഫോർഗെറ്റിംഗ് ഫിനോൾ ഫോംസ് കളേർഡ് കോംപ്ലക്സ് വിത്ത് FeCl3. FeCl3 ആയിട്ട് ഒരു കളേർഡ് ഫോം തരുമെന്ന് മറന്നു. സോ വർക്ക് ഹാർഡ്, മാക്സിമം പ്രിപ്പയർ ചെയ്യുക, ക്വസ്റ്റ്യൻസൊക്കെ സോൾവ് ചെയ്യുക. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതിന് നന്നായിട്ട് ചെയ്തു നോക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ള റിയാക്ഷൻസ് പഠിച്ചിരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സ് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. സോ ഡു സെർച്ച് ആൻഡ് നോട്ട്സ് പഠിക്കുക. ഇത് മാത്രം പോരാ, പ്രിപ്പയർ ഗുഡ് ഫോർമുല ഷീറ്റ്സ്, ലൈക്ക് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക. ഓക്കെ.